ലൂക്കാ സുവിശേഷം 18-ാം അധ്യായം 9-ാം വാക്യം വളരെ പ്രധാനപ്പെട്ട രസകരമായ വാക്യമാണ്. തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവനെ ഉപമ പറഞ്ഞു എന്ന് പറഞ്ഞാണ് ഫരീസയനെ ചുങ്കക്കാരൻ്റെ ഉപമ ആരംഭിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഏതാനും കാര്യങ്ങൾ. തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ നീതിമാന്മാരല്ല. അങ്ങനെ ഒരു ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയം, ദൈവത്തിൽ ആശ്രയമില്ല. എൻ്റെ കഴിവ്, എൻ്റെ മിടുക്ക്, എൻ്റെ ആരോഗ്യം, എൻ്റെ കുടുംബം, എൻ്റെ കുഞ്ഞുങ്ങൾ, ഇങ്ങനെ ഞാൻ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും, 2 മറ്റുള്ളവരെ പുച്ഛിക്കുകയും, ചുറ്റും നിൽക്കുന്നവരൊക്കെ കുറഞ്ഞവരാ. ചുറ്റും നിൽക്കുന്നവരാരും എൻ്റെ അത്രയും നന്മയുള്ളവരില്ല, എല്ലാം എനിക്ക് താഴെയാണ്, മറ്റുള്ളവരെ കാണുമ്പോൾ പുച്ഛമാണ്. ഇങ്ങനെയുള്ള ജീവിതങ്ങളുണ്ട്. അവരോട് കർത്താവ് ഒരു ഉപമ പറഞ്ഞു കൊടുക്കുകയാണ്. ഫരീസയനെയും ചുങ്കക്കാരനെയും. നീതീകരിക്കപ്പെട്ടവനായി അവൻ വീട്ടിലേക്ക് മടങ്ങി. ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്തിയവൻ ദൈവത്തിനുമുമ്പിൽ അങ്ങ് പിന്നിൽ അടുത്തേക്ക് കയറി വരാനുള്ള ഒരു നന്മയും എൻ്റെ ജീവിതത്തിൽ ഇല്ല കർത്താവേ എന്ന് പറഞ്ഞ് ഒരുവൻ തേങ്ങിക്കരഞ്ഞത് മറന്നു പോകരുത്. ചുങ്കക്കാരൻ അവൻ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് മടങ്ങി. സ്നേഹമുള്ളവരെ, ദൈവത്തിനു മുമ്പിൽ നിൽക്കുമ്പോൾ ജീവിതത്തെ ഒന്ന് ഉടച്ചു വാർത്ത് ചിന്തിക്കണം. എല്ലാം ദൈവകൃപയാൽ നേടിയെടുത്തതാണ് എന്ന് മറന്നു പോകരുത്. തങ്ങളിൽ തന്നെയുള്ള ആശ്രയം അത് നല്ലതല്ല. ദൈവത്തിലാണ് നമ്മൾ ആശ്രയം വെക്കുന്നത്. മറ്റുള്ളവരെ പുച്ഛിക്കുന്നവൻ ഓർത്തോടുക, അവനിലെല്ലാം നിന്നിലുള്ള അതേ ദൈവകൃപയും ദൈവാത്മാവും നിറഞ്ഞിട്ടുണ്ട് എന്നതും മറന്നു പോകരുതേ. ആമേൻ.